ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഒരു പുതുത്ത വീഡിയോയിലോട്ടാണ് പോകുന്നത്. വീഡിയോ എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയിക്കാം, നമ്മുടെ ഹാക്കർമാർക്ക് പല പല പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. കാരണം എന്ന് പറയുമ്പോൾ അതെന്ന് പറയുമ്പോൾ പലരും ഇങ്ങനെ ഓരോരോ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ അടിക്കും. കാരണം നമ്മൾ ഹാക്കർമാരെയൊക്കെ കണ്ട് റിപ്പോർട്ട് അടിക്കും, അപ്പോൾ അവരുടെ അക്കൗണ്ടൊക്കെ ബാനാവും. അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്കിനി തുടങ്ങാം. നമ്മുടെ ഹാക്കർമാർ നേരിടുന്ന ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം മേളിൽ ഇതിന് മണ്ടയിൽ ഇപ്പം കാണാൻ നമുക്ക് പോസ്റ്റ് ബട്ടൺ കാണാം, ലൈഫിൻ്റെ അവിടെ തന്നെ. അവിടെ എനിക്ക് ചിലവർ റിപ്പോർട്ട് അടിക്കും. നമ്മുടെ ഹാക്കർമാർക്കെതിരെ തന്നെ ഒത്തിരി പേരൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് അടിക്കുന്നത് ഇവർ കാണും. അറിയാവുന്നവരൊക്കെ റിപ്പോർട്ട് അടിക്കുന്നവരൊക്കെ കാണും. റിപ്പോർട്ട് അടിച്ചാൽ തന്നെ ഹാക്കർമാർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറയുമ്പോൾ 1, 2, 10-ൽ കൂടുതൽ റിപ്പോർട്ട്, 10-ലോ 50-ലോ കൂടുതൽ അങ്ങാണ്ട് റിപ്പോർട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഇവരുടെ അടുത്ത് 10-ഓ 50-ൽ കൂടുതൽ റിപ്പോർട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരാണെങ്കിൽ ഈ ഹാക്കർമാരുടെ അക്കൗണ്ട് ബാൻ ചെയ്യുന്നതാണ്. അതാണ് ഹാക്കർമാർ ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടിയ ഹാക്കിംഗ് ഒന്നും എടുക്കാതെ പരമാവധി ഇപ്പം ഹെൽത്ത് കുറയും, പക്ഷേ അത് കുറഞ്ഞാൽ തന്നെ അത് ഇത് വരത്തില്ല. എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇപ്പോൾ ഉടനെ അങ്ങ് കുറയും, പക്ഷെ പിന്നെ പെട്ടെന്ന് അങ്ങ് കൂടുന്ന തരത്തിലെ ഹാക്കിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ വെടിവെക്കുമ്പോൾ നമ്മുടെ ഡുവൽ ഗണ്ണിൻ്റെ ആ ഹാക്കിംഗ് മോഡൊന്നും അധികം എടുക്കാതിരിക്കുക. എല്ലാ ഗണ്ണിൻ്റെ ഡുവൽ ഗൺ മോഡ് ആ ഹാക്കിംഗ് ഒന്നും എടുക്കാതിരിക്കുക. പരമാവധി നിങ്ങൾ മെയിനായിട്ട് എടുക്കാതിരിക്കേണ്ട ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസിബിൾ ഹാക്കിങ്, പരമാവധി ഹാക്കിങ് പരമാവധി നിങ്ങൾ എടുക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ന്യൂബായിട്ട് തന്നെ കളിക്കേണ്ടി വരും. എനിക്ക് ഇതിൻ്റെ മുമ്പ് ഒരു കമൻറ്റ് വന്നിരുന്നു, ഞാനെങ്കിൽ 60 ലെവലായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് ഉടനെ ഹാക്കിംഗ് കളിച്ച് റിപ്പോർട്ട് അടിച്ച് അങ്ങനെ പഴയ ലെവലിലോട്ട് കുറഞ്ഞെന്ന്, ഇപ്പോൾ 1-ാം ലെവല് ന്യൂബാന്ന് പറയുന്നു. ആദ്യം നമുക്ക് എടുക്കുമ്പോൾ അങ്ങനെ തുറക്കാനൊന്നും പറ്റത്തില്ല, ബാനിടുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ തുറക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് പിന്നെ ഡിലീറ്റ് ആക്കിയിട്ട് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ ന്യൂബ് അക്കൗണ്ടായിട്ട് കാണിക്കുന്നത്. പരമാവധി നിങ്ങൾ ഗണ്ണിൻ്റെ ഹാക്കിംഗ് മോഡൊക്കെ എടുക്കാൻ ശ്രമിക്കുക. എന്ന് പറയുമ്പോൾ നമുക്ക് ഗണ്ണിൻ്റെ ആകുമ്പോൾ വെടിവെച്ച പവർ ആണെന്ന് അവർ വിചാരിക്കും, അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് നല്ല പവർ ആണെന്ന് വിചാരിക്കും. അധികം റിപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. ഹാക്ക് ചെയ്ത് കളിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. അത് പറയുമ്പോൾ അത് ഹാക്ക് ചെയ്ത് കളിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിൽ എല്ലാവരെക്കാട്ടിലും ഭയങ്കര ഉയർന്ന ഒരു ഇതായിട്ടിരിക്കുക, നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ കില്ലെടുക്കുന്നത്. അതെടുത്തിട്ട് വലിയ അങ്ങനെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാവുന്ന ഒരു ഹാക്കിംഗ് ആയിരിക്കും. നമ്മളങ്ങനെ ഇപ്പോൾ അനങ്ങാതെ ഇരിക്കും, ഒരാളിപ്പോൾ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ ഒന്ന് ഓട്ടനെ അങ്ങ് അടിച്ച് തെറിച്ച് പോവുക. ആ ഹാക്കിംഗ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതുപോലത്തെ ഹാക്കിംഗ് ഒന്നും പരമാവധി എടുക്കാതിരിക്കുക. ഇപ്പോൾ 1, 2 റിപ്പോർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞ് അവരങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോകത്തില്ല. ഇപ്പോൾ 1-ൽ കൂടുതൽ 1, 2, 10-ൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇവർ ആ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്താൽ ഹാക്കിംഗ് മോഡാണെന്ന് പറഞ്ഞാൽ ഉടനെ അവർ റിപ്പോർട്ട് അടിച്ച് ബാൻ ചെയ്ത് കളയുന്നതാണ് ആ അക്കൗണ്ട്. ഇനി രണ്ടാമതായി ഹാക്കർമാർ നേരിടുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുമ്പം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പരമാവധി ഹാക്കറൊക്കെ എടുക്കുന്നത് ബ്രൗസറിൽ നിന്നോ അല്ലെങ്കിൽ ക്രോമിൽ നിന്നോ അങ്ങനെയൊക്കെ വല്ലതുമായിരിക്കും. കാരണം നിങ്ങളിപ്പോൾ ഈ ഓരോ ഹാക്കിംഗ് മോഡ് എടുക്കുമ്പോഴും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതിൻ്റെ അടിയിൽ തന്നെ ഡൗൺലോഡിന് മുമ്പ് തന്നെ ദിസ് ഫയൽ ഹാം യുവർ ഡിവൈസ് എന്നും പറഞ്ഞ് അതെന്തുവാന്ന് പറയുമ്പോൾ അവരെന്നെങ്കിൽ വേറെ ചിലത് എടുക്കുമ്പോൾ പറയും നിങ്ങളുടെ ഡേറ്റ ഫയൽസ് അങ്ങനെയൊക്കെ ഞങ്ങളുടെ കയ്യിൽ വരും. അങ്ങനെയൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അല്ലാതെ തന്നെ ഹാം യുവർ ഫയൽസ് എന്നൊക്കെ പറഞ്ഞു വരും. കാരണം എന്ന് പറയുമ്പോൾ അതുപോലത്തെയൊക്കെ എടുത്താൽ നമ്മുടെ ഫോണിൽ വൈറസ് കയറുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഹാങ് ആവുകയോ അങ്ങനെയൊക്കെ ഇച്ചിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഈ ഹാക്കിംഗ് മോഡെന്ന് പറയുമ്പോൾ നമ്മുടെ ലെവലപ്പിനും പിന്നെ നല്ല രീതിയിൽ ലെവലപ്പിനും പിന്നെ നമുക്കിപ്പോൾ ബാറ്റിൽ പാസ് പോലെ സംഭവങ്ങളൊക്കെ എടുക്കുന്നതും അതിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലെവലപ്പിന് വേണ്ടി ഇപ്പോൾ ന്യൂബാങ്കിൽ പെട്ടെന്ന് ലെവലപ്പിന് വേണ്ടി അത് എടുത്തിട്ട് നിങ്ങൾ ഡിലീറ്റ് ആക്കി കളഞ്ഞാലും കുഴപ്പമില്ല. അത് അത്രയ്ക്ക് അങ്ങനെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഫോണിൻ്റെ എല്ലാം ഹാങ് ആവാനും നമ്മുടെ ഡിവൈസിൻ്റെ എല്ലാം ഹാങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പരമാവധി നിങ്ങൾ ഗൂഗിളിൻ്റെ ക്രോമിൽ നിന്ന് കിട്ടുന്നത് പരമാവധി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അടുത്ത വീഡിയോകളിലൊക്കെ ഞാൻ ഇനി ഇല്ലാതെ പല ഹാക്കിംഗ് മോഡായിരിക്കും ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾ എടുക്കുക. ഞാൻ നീണ്ടു മുമ്പ് തന്നെ വേറൊരു വീഡിയോ ചോദിച്ചിരുന്നു, എന്തെങ്കിലും കണ്ടൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞിരുന്നു. ഒത്തിരി പേരങ്ങനെ ഒത്തിരി ലൈവ് സ്ട്രീം അതൊക്കെ ഇട്ടിരുന്നു. ലൈവ് സ്ട്രീമൊക്കെ ചെയ്യാനുള്ള ഒരു റേഞ്ചും ഒന്നും ഇല്ല ഇവിടെ.
റേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലൈവ് സ്ട്രീം ഒന്നും ചെയ്യാത്തത്. ലൈവ് സ്ട്രീം അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇതിൽ കൂടെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്തേക്കുക. ഞാൻ ഉറപ്പായിട്ടും ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മിനിമം കളിക്കുന്ന വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക. മിനി ഗെയിമർ സൈനിങ് ഔട്ട്. ബൈ.